PR യുദ്ധമോ എന്നാണ് ചോദ്യം. PR യുദ്ധമാണോ മധു ഇപ്പോൾ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും? സ്വാഭാവികമായും ഇന്നലെ മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്തത് ഈ ആലപ്പുഴയിലെ ഉഷ ജോസഫിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ അതിലെ ചികിത്സാ പിഴവായിരുന്നു ചർച്ചയെങ്കിൽ ഇന്നലെ അതിനെ റീത്ത് വെച്ചത് വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ ഏറെക്കുറെ സാധിച്ചിരുന്നു. ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഏറെക്കുറെ അങ്ങനെയാണോ സമരം നടക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു വാർത്ത സംഭവിക്കുന്നു, ഒരു വിവാദമുണ്ടാകുന്നു, അതിനെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന തരത്തിൽ വാദങ്ങൾ മുന്നോട്ട് വെക്കാനും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാനും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമാകുന്നു. അപ്പോൾ ഇന്നലെ മീറ്റ് എഡിറ്റേഴ്സിന്റെ ചർച്ച ഞാൻ തുടങ്ങുന്നത് ഇവിടെ ഒരു നറേറ്റീവ് വാർഫെയർ ഉണ്ടാകുന്നു എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞ് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന്. ഇത് വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. നമുക്കറിയാവുന്നതാണ്, പോയ തലമുറയിൽ എല്ലാം തന്നെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീപാറുന്ന വാഗ്വാദങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ ഷേപ്പ് ചെയ്യുന്ന, അത് എന്താണ് പറയേണ്ടത് എന്നതടക്കം എഴുതി കൊടുക്കുന്ന തരത്തിലുള്ള വലിയ വലിയ PR ഏജൻസികൾ കേരളത്തിലെ മണ്ണ്, മനസ്സ്, രാഷ്ട്രീയമൊക്കെ പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പോകാൻ കഴിയില്ല. ഇതിപ്പോൾ നോക്കൂ, ഈ ചർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് DAയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓരോ ആളുകളെയും വ്യക്തിപരമായി പേരെടുത്ത് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം എത്തുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, അധ്യാപകർക്ക് ലഭിക്കുന്നുണ്ട്, സംരംഭകർക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിലേക്കും അവരുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ സന്ദേശം എത്തുന്നുണ്ട്. അത് അഭിമാനബോധത്തോടു കൂടി പലരും അത് പങ്കുവെക്കുന്നുണ്ട്. എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ സർക്കാർ എന്നെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിനു വേണ്ടി തന്നെയാണ് ഈ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പേരെടുത്ത് ഒരു വലിയ സംവിധാനം അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അത്രമേൽ എഫേർട്ട് എടുക്കുന്നു, അത്രമേൽ എന്നെ അംഗീകരിക്കുന്നു, എന്നെ കൂടി കാണുന്നു, കേൾക്കുന്നു എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുന്നു. അത് ഉണ്ടാകുന്നത് പക്ഷെ വളരെ സ്വാഭാവികമായിട്ടല്ല. അതിന് പിന്നിലൊരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട്, അതിന് പിന്നിലൊരു PR പരിപാടിയുണ്ട്. അതിലൂടെയാണത് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിനോട് വേറെ മറ്റു മാർഗത്തിൽ പ്രതികരിക്കുന്നവരുമുണ്ട്. അതായത് ഈ മെസ്സേജ് വന്ന നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ മെസ്സേജിന് മറുപടിയായി കടക്കുപുറത്ത് എന്ന് മെസ്സേജ് അയച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും അതിനോട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെതിരായ ക്യാമ്പയിൻ പ്രതിപക്ഷ സംഘടനകൾ, സർവീസ് സംഘടനകൾ അതിനെതിരായ ക്യാമ്പയിൻ നടത്തുമ്പോൾ അവരുടെ ഒരു ടാഗ് ലൈൻ എന്താണ്? അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് മൈ നമ്പർ മൈ കൺസെന്റ് എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്വകാര്യത ഉയർത്തിവെക്കുന്ന ആളുകളാണ്, സ്വകാര്യതയ്ക്ക് വേണ്ടി നിയമയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ നമ്പർ ഒരു വലിയ കാര്യപരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അത് എൻ്റെ അനുമതിയില്ലാതെയാണ് എന്ന ഒരു ചോദ്യം അവർക്ക് ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഡാറ്റ ചോർച്ച എന്ന ഒരു വിമർശനം ഉണ്ടാകുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രി CMOയിൽ നിന്നാണ് മെസ്സേജുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ നമ്പർ, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗപ്പെടുത്തി സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ മോഷ്ടിച്ചു, അതുകൊണ്ട് കേസെടുക്കണം എന്നുള്ള ആരോപണമൊക്കെ അത് കുറച്ചുകൂടി കടന്ന ഒരു ആരോപണമായി തന്നെയാണ് കാണപ്പെടുന്നതും. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു പോവുകയായിരുന്നു. ഇതിനു മുൻപും ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് കോൾ എന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഓരോരുത്തരും അന്ന് പക്ഷെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്നോ തുടങ്ങുന്നതോ ഇന്ന് പ്രാവർത്തികമാക്കുന്നതോ ഒന്നുമല്ല, അതിനു മുൻപും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നമ്മളൊരു വ്യാപാര ശൃംഖലയിൽ പോയി, ഇപ്പോൾ ധാരാളം ഉണ്ടല്ലോ, നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ ബില്ലിങ്ങിന് ഏറ്റവും മസ്റ്റായ കാര്യം എന്താണ്? നമ്മുടെ ഫോൺ നമ്പറാണ്. നമുക്ക് വേണമെങ്കിൽ വിയോജിക്കാം, അപ്പോൾ അവർ അതിനോട് തർക്കത്തിലേക്കൊന്നും വരില്ല, പക്ഷെ നമ്മുടെ ഫോൺ നമ്പറാണ്. അതെന്തിനാണ്? ബില്ല് നമ്മുടെ ഫോണിലേക്ക് അയക്കാനാണ് എന്നുള്ളതാണ്. ഒരു കുത്തക കമ്പനിക്ക് ഒരു ബില്ല് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരാൻ കഴിയാത്തത് കൊണ്ടല്ല, അവരുടെ പരസ്യങ്ങൾക്ക്, അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആ നമ്പർ ഉപയോഗിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ്. വളരെ പേഴ്സണലായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ള മനുഷ്യരുടെ ഒരു ആകാംക്ഷയ്ക്ക്, കൗതുകത്തിനൊക്കെ PR-ൽ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ PR സുനിൽ പറഞ്ഞതുപോലെ LDF വരും, എല്ലാം ശരിയാകും. ഇത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉദിച്ച ആശയമോ ടാഗ് ലൈനോ ഒന്നുമല്ല. അത് ഒരു PR കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കേരളത്തെ ഇളക്കി മറിച്ച ഒരു ക്യാമ്പയിൻ ടാഗ് ലൈൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, PR ഒക്കെ നടക്കും, അത് കാലം മാറുന്നതിനനുസരിച്ച് അങ്ങനെ തന്നെ പോകും. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും നാളെ CPI ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇനി പോവുകയുള്ളൂ. കാരണം ഇത് തുടക്കം ഇട്ട് വരുന്നത് ഏറെക്കുറെ ഇപ്പോൾ നോക്കൂ, ഒരു പതിറ്റാണ്ട് മുമ്പ് ഇന്റർനെറ്റിന് വലിയ വിപ്ലവം, സമൂഹ മാധ്യമങ്ങളുടെ വലിയ വിപ്ലവം സംഭവിക്കുകയാണ് വീണ്ടും എന്ന നിലയ്ക്ക്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ 258 രൂപയ്ക്ക് 1 GB ചാർജ് ചെയ്തിരുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം 1 GB ഉപയോഗിച്ചാൽ മതിയാവാത്ത കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അത് സംഭവിക്കുന്നതിനൊപ്പം തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണ്? ഒരു ഫോൺ ഫ്രീ ആയി നൽകുകയാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യ പോലെ ഒരു വലിയ മാർക്കറ്റിനെയാണ് ഇവർ
അഭിസംബോധന ചെയ്യുന്നത്. അവിടെ 8,000-ഓ 10,000-ഓ ഉപയോഗിച്ച ഒരു ഫോൺ പുതുതായി വാങ്ങി 258 രൂപയ്ക്ക് 1 GB റീചാർജ് ചെയ്ത് വാങ്ങുന്ന ആളുകളല്ല ആ മാർക്കറ്റിന്റെ ഉടയവന്മാർ എന്ന് പറയുന്നത്. അവർക്ക് അത് ഫ്രീ ആയി തന്നെ നൽകേണ്ടതുണ്ട്. എന്താണ് ലക്ഷ്യം? ഇപ്പോൾ ഇന്ത്യയെ മുഴുവനും ഇന്റർനെറ്റ് സാക്ഷരത ഉണ്ടാക്കി കൊടുക്കുക, സമൂഹ മാധ്യമ സാക്ഷരത ഉണ്ടാക്കി കൊടുക്കുക എന്നൊന്നുമല്ല. അവിടെ ക്യാമ്പയിൻ നടക്കേണ്ടതുണ്ട്, അവിടെ പ്രൊപ്പഗാൻഡ റൺ ചെയ്യേണ്ടതുണ്ട്, അത് ആളുകളിലേക്ക് അരിച്ചരിച്ചെത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ സംവിധാനം അടക്കം ഉണ്ടാക്കി കൊടുത്ത് ആദ്യത്തെ 10,000 രൂപയുടെ ഫോൺ നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നു. അതിനുശേഷം ആ വലിയ വിപണി തുറന്നു കിട്ടുകയാണ്. ഒരു ദിവസം 1 GB ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ ആളുകളെ മാറ്റുകയാണ്. പിന്നീട് അതൊരു ശീലമായി മാറുകയാണ്. മറ്റെന്തു ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്യും. ആ നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന മാർക്കറ്റിനോടാണ് നമ്മൾ ഈ പറയുന്ന ആശയാദർശങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനുവേണ്ടി സർക്കാർ പണം ഉപയോഗിക്കരുത്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ്. സർവേയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു സർക്കുലർ വന്നതുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, സംസ്ഥാന സർക്കാരിന് കീഴിൽ PRD ഉണ്ട്. ഇനി ഓരോ വകുപ്പിനും PR ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും ഇതിനുള്ള സംവിധാനമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് സർക്കാർ ജീവനക്കാരുടെ ഒരു മീഡിയ സർക്കാർ വകുപ്പ് തന്നെയാട്ടോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തർക്കമുണ്ടോ അങ്ങേക്ക്? രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ PRD നിലനിൽക്കുന്നുണ്ട്. ഓരോ വകുപ്പിനും PR ഉദ്യോഗസ്ഥരുണ്ട്. അതിനപ്പുറത്തേക്ക് എല്ലാ ജില്ലകളിലും ഓഫീസർമാരുണ്ട്. അതിനപ്പുറത്ത് സർക്കാർ ജീവനക്കാരുടെ മീഡിയ സെൽ രൂപീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഈ 8 മണിക്കൂർ സർക്കാർ ജോലിയിൽ ഉൾപ്പെടുന്ന ഒരു ഉത്തരവാദിത്തമാണോ അതോ അതിനപ്പുറത്തേക്ക് അവരുടെ സർവീസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണോ എന്ന് ഈ സർക്കുലർ വ്യക്തവുമാക്കിയിട്ടില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. സർക്കാർ പണം, സർക്കാർ മെഷീനറി ഇതിന് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം, ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഞാൻ മുന്നോട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ. നോക്കൂ, നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ആഡംബരമായി, ഒരു ലക്ഷറിയായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ആയിപ്പോയി എന്നുള്ളതാണ്. നമുക്കൊരു ഇൻഫർമേഷൻ എടുക്കണം. അതിന് നമ്മുടെ മുന്നിലുള്ള മാർഗം എന്താണ്? നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് ഒരിക്കലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കില്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വിവിധ താല്പര്യങ്ങളുള്ള ആളുകളുടെ വാദങ്ങളാണ്. ആ വാദങ്ങളെല്ലാം സംയോജിപ്പിക്കുന്ന ഇടത്തേക്ക് മാത്രമേ നമുക്കൊരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന വലിയ സന്നാഹങ്ങളാണെന്നേ അപ്പുറത്തും ഇപ്പുറത്തും. ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞു, നട്ടപ്പാതിരക്ക് നിന്നുകൊണ്ട് ഇത് പട്ടാപ്പകലാണെന്ന് പറയാനും സമർത്ഥിക്കാനും അത് വിശ്വസിപ്പിക്കാനും കഴിയുന്നൊരു സംവിധാനം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരാൾ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിമതി അല്ല എന്ന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ അഴിമതി ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം കൊണ്ട് അതിനെ മൂടി വെക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ട്. അത് ഇപ്പുറത്തുമുണ്ട്. ഞങ്ങളുടെ അഴിമതി ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് നിങ്ങൾ ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് അഴിമതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തമ്മിലേ കൂട്ടിമുട്ടുന്നുള്ളൂ. ഉത്തരങ്ങൾ എന്ന് പറയുന്നത് സംഭവിക്കുന്നതേയില്ല. കാരണം ആളുകൾക്ക് പരസ്പരം ചോദിക്കാനുള്ള ചോദ്യം മതി. മറ്റൊരാളുടെ ഉത്തരം കൊണ്ട് ഒരു തരത്തിലും ഒരിക്കലും സമാശ്വസിക്കാത്ത തരത്തിലുള്ള മൈൻഡ് സെറ്റ് മനുഷ്യരിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കൂടി PR ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കപ്പുറത്ത് ആ പരസ്യങ്ങളെ മാത്രം, അത് പരസ്യങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ആ പരസ്യങ്ങളെ മാത്രം ആശ്രയിക്കാൻ കഴിയുന്ന മൈൻഡ് സെറ്റ് കൂടി മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, ഞാനൊരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു ബ്രാഞ്ചിൽ എത്ര വോട്ട് നമുക്ക് വീണു എന്ന് എണ്ണി പറയാൻ കഴിയുന്ന ആളുകളെ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ആ ബ്രാഞ്ചിൽ എത്ര വോട്ട് വീഴും എന്ന് PR ഏജൻസി പറഞ്ഞാൽ മാത്രം അറിയാൻ കഴിയുന്ന ആളുകളായി നമ്മുടെ നേതാക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മണ്ണിനോട്, മനുഷ്യന്റെ രാഷ്ട്രീയത്തോട് സമരസപ്പെടാൻ കഴിയാത്ത തരത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചിരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് ഒക്കെ മറ്റൊരാളുടെ ഡയറക്ഷനിലാകുമ്പോൾ അവനവന്റെ സ്വത്വമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. PR ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് നേതാക്കൾ എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. Meet the editors.